ട്രാവൽ ഏജൻസി നടത്തുന്ന വിജയരാഘവന്റെ മകളാണ് അഭിന. അമ്മ താര. 12 വയസ്സുള്ള ഓട്ടിസം ബാധിച്ച ഒരനിയനും അഭിനയ്ക്കുണ്ട്. 2ാം വർഷ BA വിദ്യാർത്ഥിനിയാണ് അഭിന. ഒരു ടീച്ചറാവണം എന്നാണ് അഭിനയുടെ ആഗ്രഹം. അഭിന അച്ഛനും അമ്മയും അനിയനുമൊത്ത് സന്തോഷത്തോടെ കഴിയുന്നു. മറ്റു ബന്ധുക്കളൊന്നും അവൾക്കില്ല. പുതിയതായി കോളേജിൽ പഠിപ്പിക്കാൻ വന്ന വൈശാഖിന് അഭിനയോട് ഇഷ്ടം തോന്നുന്നു. എന്നാൽ പഠനത്തിൽ മാത്രമായിരുന്നു അഭിനയുടെ ശ്രദ്ധ. അവൻ്റെ ഇഷ്ടം അഭിന തിരിച്ചറിയുന്നില്ലെന്ന് കണ്ട് അഭിനയോട് നേരിട്ട് അവൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ അവൻ ശ്രമിക്കുന്നു. ഒരു ദിവസം വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് കൂട്ടുകാരോടൊപ്പം പോകാൻ തുടങ്ങിയ അഭിനയെ വൈശാഖ് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നു. സാർ എന്തിനാ വിളിക്കുന്നതെന്ന് ചോദിക്കട്ടെ? ഇപ്പം വരാം, ഇവിടെ നിൽക്കണേ എന്ന് പറഞ്ഞ് അഭിന വൈശാഖിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ സാർ വിളിച്ചത്? അഭിന വൈശാഖിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. അഭിനയുടെ കൂട്ടുകാർ അഭിനയെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് വൈശാഖിന് അവളോട് ഇഷ്ടം തുറന്നു പറയാൻ മടി തോന്നി. ഒന്നുമില്ല, പിന്നെ പറയാം എന്ന് പറഞ്ഞ് വൈശാഖ് തിരികെ നടന്നു. സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു പോകുന്ന വൈശാഖിനെ നോക്കി അഭിന അമ്പരന്ന് നിൽക്കുമ്പോൾ അവനൊന്ന് തിരിഞ്ഞ് അവളെ നോക്കി ചിരിച്ചു. അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനാണ് അവൻ അങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കാതെ അഭിന അവിടുന്ന് അവളുടെ കൂട്ടുകാരോടൊപ്പം പോയി. അവൻ്റെ ആ ഉദ്ദേശം നടന്നു. അഭിന പിന്നീട് വൈശാഖിനെ ശ്രദ്ധിച്ചു തുടങ്ങി. അവൻ്റെ ഇഷ്ടം അവൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർ പ്രണയത്തിലായി. അവരുടെ പ്രണയം മറ്റാരും അറിയാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഗോസിപ്പുകൾ ഒഴിവാക്കാനാണെന്ന് അവളോട് അവൻ പറഞ്ഞു. അവരുടെ പ്രണയം പൂത്തുലഞ്ഞങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അഭിന അമ്മയെയും കൂട്ടി ടെക്സ്റ്റൈൽസിൽ പോയപ്പോൾ അവിടെ വെച്ച് വൈശാഖിനെ കണ്ടു. അവൾ അവളുടെ അമ്മയ്ക്ക് വൈശാഖിനെ പരിചയപ്പെടുത്തി. അമ്മേ, ഇത് എന്നെ പഠിപ്പിക്കുന്ന സാറാ, അഭിന അമ്മയോട് പറഞ്ഞു. പർച്ചേസിന് 2 ആളും മാത്രമേ വന്നുള്ളൂ. അഭിനയുടെ അച്ഛൻ വന്നില്ലേ? വൈശാഖ് ചോദിച്ചു. ഇല്ല, ഇവളുടെ അനിയന് സുഖമില്ല, അവൻ്റെ അടുത്ത് എപ്പോഴും ആള് വേണം, താര പറഞ്ഞു. നാളെ അനിയൻ്റെ ബർത്ത്ഡേയാ, അവന് ഡ്രസ്സ് എടുക്കാൻ വന്നതാ, അഭിന പറഞ്ഞു. പർച്ചേസ് കഴിഞ്ഞോ? വൈശാഖ് ചോദിച്ചു. കഴിഞ്ഞു, പോകാൻ തുടങ്ങുമായിരുന്നു, അഭിന പറഞ്ഞു. അവർ യാത്ര പറഞ്ഞു പോകുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കി വൈശാഖിന് ബൈ പറഞ്ഞ് കൈ കാണിച്ചു. അവൻ തിരിച്ചും. വീട്ടിലെത്തിയപ്പോൾ വിജയരാഘവൻ ചോദിച്ചു. എത്ര നേരമായി പോയിട്ട്? ഇതിനു മാത്രം എന്താ വാങ്ങിക്കാനുണ്ടായത്? എന്നിട്ട് കയ്യിൽ അത്രയൊന്നും കാണാനില്ലല്ലോ. അച്ഛാ, ഷോപ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വൈകിയത്, അഭിന പറഞ്ഞു. ഇവളെ പഠിപ്പിക്കുന്ന സാറിനെ കണ്ടു. ഞാൻ ചോദിച്ചാലോ വിചാരിച്ചതാ ഇവളുടെ കാര്യങ്ങൾ. കോളേജിൽ ഇവൾ നന്നായി പഠിക്കുന്നുണ്ടോ അതോ വല്ല ആൺപിള്ളേരുമായി ചുറ്റി നടക്കുകയാണോ എന്നൊക്കെ അറിയാലോ. പിന്നെ ഷോപ്പല്ലേ, നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് കൂടുതലായി ഒന്നും സംസാരിച്ചില്ല, താര പറഞ്ഞു. ഞാൻ പഠിക്കാൻ തന്നെ പോകുന്നത്, അങ്ങനെ ആൺപിള്ളേരുമായി ചുറ്റി നടക്കാനൊന്നുമല്ല. അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? അഭിന ചോദിച്ചു. വിശ്വാസം ഇല്ലാതെയല്ല, ഒന്നുകൂടെ ഉറപ്പാക്കാൻ, താര പറഞ്ഞു. എന്ന അമ്മ ഉറപ്പിച്ചോളൂ, ഞാൻ ആൺപിള്ളേരുമായി ചുറ്റി നടക്കാനൊന്നുമല്ല പോകുന്നത്, അഭിന പറഞ്ഞു. എന്നിട്ട് വാങ്ങിക്കൊണ്ടുവന്ന തുണികളുടെ കവറുമായി അഭിന അനിയൻ്റെ റൂമിലേക്ക് ചെന്നു. അനിയൻകുട്ട, ചേച്ചിയമ്മ എന്തൊക്കെയാ അനിയൻകുട്ടന് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്, അഭിന അവൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. അനിയൻകുട്ടൻ ചേച്ചിയമ്മ ചേച്ചിയമ്മ വിളിച്ച് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. അനിയൻകുട്ടന് വേണ്ടി ചേച്ചിയമ്മ എന്തൊക്കെയാ കൊണ്ടുവന്നത് കണ്ടോ? പുതിയ ഉടുപ്പാ, നാളെ അനിയൻകുട്ടൻ്റെ പിറന്നാളിന് ഇടാനുള്ളതാ, അഭിന പറഞ്ഞു. ആയി ആയി പറഞ്ഞ് കൈകൾ കൊട്ടി അവൻ തുള്ളിച്ചാടി. അഭിന ഡ്രസ്സിൻ്റെ കവറെല്ലാം തുറന്ന് അവന് കാണിച്ചു കൊടുത്തു. അനിയൻകുട്ടൻ അതെല്ലാമായി കളിക്കാൻ പോവാൻ തുടങ്ങിയപ്പോൾ അഭിന പറഞ്ഞു. ഇതൊന്നും ചീത്തയാക്കാൻ പാടില്ല, ഇത് ഇട്ടിട്ട് വേണ്ടേ നാളെ അമ്പലത്തിൽ പോവാൻ? നാളെ രാവിലെ കുളി കഴിഞ്ഞിട്ട് ഇട്ട് തരാട്ടോ എന്ന് പറഞ്ഞ് അഭിന അവൻ്റെ കയ്യിൽ നിന്ന് അതെല്ലാം വാങ്ങി ബാഗിലിട്ടു. ഇപ്പോൾ പോയി അനിയൻകുട്ടൻ കളിച്ചോ, ചേച്ചിയമ്മ ഇതെല്ലാം ചേച്ചിയമ്മയുടെ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് വരാം, എന്നിട്ട് വന്ന് ചേച്ചിയമ്മ അനിയൻകുട്ടൻ്റെ കൂടെ കളിക്കാൻ കൂടാ കേട്ടോ, അഭിന പറഞ്ഞു. അവൻ കളിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അവിടുന്ന് പോയി. അഭിന അവളുടെ റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്ത ശേഷം ഫോൺ എടുത്ത് വൈശാഖിനെ വിളിച്ചു. സാറ്, ഞങ്ങൾ പോരാൻ നേരത്താണല്ലോ വന്നത്, എന്താ നേരത്തെ വരാതിരുന്നത്? നേരത്തെ വന്നിരുന്നെങ്കിൽ അമ്മയുമായി കൂടുതൽ സംസാരിക്കായിരുന്നു, എങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാവുമായിരുന്നു, അതിനല്ലേ ഞാൻ വരാൻ പറഞ്ഞത്, അഭിന ചോദിച്ചു. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഇറങ്ങിയതായിരുന്നു. പക്ഷേ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു അങ്കിള് വരുന്നുണ്ടായിരുന്നു. അങ്കിൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ അങ്കിളിനെ സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോയി വിട്ട് ഒരു അർജൻറ്റ് ഉണ്ടെങ്കിലേ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അങ്കിളിനെ ഇവിടെ ഇരുത്തിയിട്ട് വന്നത്. നിങ്ങൾ പോന്നതും ഷോപ്പിൽ നിന്ന് ഞാനും പോന്നു.
നീ വരാൻ പറഞ്ഞതുകൊണ്ട് മാത്രം വന്നതാ, വൈശാഖ് പറഞ്ഞു. അച്ഛനും അമ്മയും ലവ് മാരേജ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബന്ധുക്കളൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ലവ് മാരേജിന് അച്ഛനും അമ്മയും സമ്മതിക്കില്ല. ഒരു പക്ഷേ സാറിന് എൻ്റെ അച്ഛനും അമ്മയുമായി അടുക്കാൻ കഴിഞ്ഞാൽ സാറിൻ്റെ വീട്ടുകാരുമായി വന്ന് വിവാഹം ആലോചിക്കായിരുന്നു, അഭിന പറഞ്ഞു. വൈകിട്ടൊന്നുമില്ലല്ലോ, ഇനി എവിടെയെങ്കിലും വെച്ച് കാണാതിരിക്കില്ല, അപ്പം സംസാരിക്കാം, വൈശാഖ് പറഞ്ഞു. സാറിന് അതൊക്കെ പറയാം, എനിക്കിവിടെ വിവാഹാലോചന തുടങ്ങി, അഭിന പറഞ്ഞു. നിന്നെ മറ്റാരും കൊണ്ടുപോകാതെ ഞാൻ ശ്രദ്ധിച്ചോളാം, വൈശാഖ് പറഞ്ഞു. സാറിന് എല്ലാം സില്ലിയ, നമ്മുടെ ലൈഫിനെക്കുറിച്ച് ഒരു സീരിയസ്നെസ്സും ഇല്ല, അഭിന പറഞ്ഞു. നമ്മുടെ ലൈഫിൽ നാളെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ലല്ലോ. അപ്പം പിന്നെ അധികം സീരിയസ് ആവാതിരിക്കുന്നതാ നല്ലത്, വൈശാഖ് പറഞ്ഞു. പക്ഷേ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ സാറിന് കഴിയില്ലേ, അഭിന ചോദിച്ചു. നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നടക്കും, പേടിക്കൊന്നും വേണ്ട, വൈശാഖ് പറഞ്ഞു. ശരി, നാളെ ഞാൻ ക്ലാസ്സിൽ വരില്ല. അനിയൻ്റെ ബർത്ത്ഡേ ഞങ്ങളെപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. വേറെ ആരുമില്ല, ട്രാവൽസിൽ ജോലിക്കാരുണ്ടാകും, പിന്നെ ഞങ്ങളും, അഭിന പറഞ്ഞു. അതിനുശേഷം അവൾ കോൾ കട്ട് ചെയ്ത് അനിയൻകുട്ടൻ്റെ ഒപ്പം കളിക്കാൻ പോയി. പിറ്റേന്ന് അനിയൻകുട്ടൻ്റെ ബർത്ത്ഡേ അവർ നന്നായി ആഘോഷിച്ചു. രാവിലെ നേരത്തെ അമ്പലത്തിൽ പോയി വന്നു. ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാക്കി. വൈകുന്നേരം ട്രാവൽസിൽ ജോലി ചെയ്യുന്നവരും ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തു. അതിനുശേഷം അവർക്ക് നല്ലൊരു ഡിന്നറും കൊടുത്തു. പിറ്റേന്ന് മുതൽ അഭിന കൃത്യമായി ക്ലാസ്സിൽ പോയി തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വൈശാഖ് നാട്ടിലേക്ക് പോയി. വൈശാഖിനെ കാണാതിരിക്കുമ്പോൾ അവൾക്ക് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു നൊമ്പരമുണ്ടായി. വൈശാഖിനെ ഫോണിൽ വിളിച്ച് അത് അവനോട് അവൾ പറയുകയും ചെയ്തു. എന്നാൽ നാട്ടിൽ പോയതിനു ശേഷം വൈശാഖ് അഭിനയെ പിന്നെ വിളിച്ചില്ല. അഭിന വിളിച്ചാൽ തന്നെ ഫോൺ എടുക്കാൻ അവൻ മടി കാണിച്ചു തുടങ്ങി. ഫോൺ എടുക്കുമ്പോൾ അവൻ്റെ വീട്ടുകാരുമായി സംസാരിക്കുന്നതിനാലാണ് ഫോൺ എടുക്കാൻ കഴിയാതെ വരുന്നതെന്ന് അവൻ പറഞ്ഞു. പോയി 4 ദിവസം കഴിഞ്ഞാണ് അവൻ തിരികെ വന്നത്. തിരികെ വന്നതിന് ശേഷവും അവൻ അഭിനയോട് അകൽച്ച കാണിക്കുന്നുണ്ടായിരുന്നു. വൈശാഖിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ അവൾ വല്ലാതെ വിഷമിച്ചു. ഫോൺ വിളിച്ചാൽ സംസാരിക്കാൻ താല്പര്യം കാണിക്കാതെ വന്നു. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അഭിന വൈശാഖിൻ്റെ പുറകെ ചെന്ന് തടഞ്ഞു നിർത്തി ചോദിച്ചു. സാറിന് എന്താ പറ്റിയത്? സാർ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. സാറിന് എന്നോട് സംസാരിക്കാതിരിക്കാൻ എങ്ങനെ കഴിയുന്നത്? ഇത് കോളേജാണ്, ഇവിടെ വെച്ച് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. മറ്റെവിടെയെങ്കിലും വെച്ച് സംസാരിക്കാം. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിറങ്ങിയാൽ വഴിയിൽ കുറച്ച് മാറി നിൽക്ക്, അപ്പം സംസാരിക്കാം, എന്ന് പറഞ്ഞ് വൈശാഖ് പോയി. വൈകുന്നേരം ക്ലാസ് കഴിയാൻ അവൾ കാത്തിരുന്നു. ക്ലാസ് കഴിഞ്ഞതും കൂട്ടുകാരെ ഒന്നും കൂട്ടാതെ അവൾ വേഗം പുറത്തിറങ്ങി അവളുടെ സ്കൂട്ടി എടുത്ത് പോയി. കുറച്ചു ദൂരം ചെന്ന് സ്കൂട്ടി നിർത്തി വഴിയിൽ കാത്തുനിന്നു. കോളേജിൽ നിന്ന് പോകുന്ന പരിചയമുള്ളവരെല്ലാം വഴിയിൽ നിൽക്കുന്ന അഭിനയെ കണ്ട് എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. എന്നാൽ അവരോടൊന്നും മറുപടി പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവൾ. എത്രയും പെട്ടെന്ന് വൈശാഖ് അവളുടെ അടുത്തെത്തി എന്തുകൊണ്ട് അവളെ അവോയ്ഡ് ചെയ്യുന്നു എന്നറിയാതെ അവൾക്ക് മറ്റൊന്നിലും ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കുറച്ചുനേരം കാത്തു നിന്നതിന് ശേഷം ദൂരെ നിന്ന് വൈശാഖ് വരുന്നത് കണ്ട് അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ വർദ്ധിക്കാൻ തുടങ്ങി. വൈശാഖ് അവളുടെ അടുത്തെത്തി കാർ നിർത്തി പുറത്തിറങ്ങിയതും അവൾ ഓടി അവൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. പറയൂ സാർ, എന്തുകൊണ്ടാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റാ സാറിനോട് ചെയ്തത്? ഒരു പ്രണയത്തിനും പോകാതെ പഠനം മാത്രമായി കഴിഞ്ഞിരുന്ന എൻ്റെ മനസ്സിലേക്ക് സാറാ പ്രണയത്തിൻ്റെ മാധുര്യം നിറച്ചു തന്നത്. എന്നിട്ടിപ്പോൾ സാർ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? എനിക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എൻ്റെ അനിയൻകുട്ടനെ സന്തോഷിപ്പിക്കാനായി ഒരു നല്ല വാക്ക് പോലും പറയാൻ എനിക്ക് കഴിയുന്നില്ല. പഠിക്കാൻ കഴിയുന്നില്ല. ശരിക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. നേരവണ്ണം ഒന്ന് ഉറങ്ങാൻ പോലും എനിക്ക് പറ്റുന്നില്ല, അഭിന പറഞ്ഞു. നിനക്ക് എന്നെ എത്ര മാസത്തെ പരിചയമുണ്ട്? ഒരു 6-7 മാസം അല്ലേ? 19 വർഷം കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ഒരു ദിവസം പെട്ടെന്ന് വീട്ടിൽ നിന്ന് കാണാതായാൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകും? ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ മറ്റൊന്നിലും ശ്രദ്ധിക്കാൻ പറ്റാതെ കരഞ്ഞ് തളർന്ന് ആ കുടുംബത്തിലെ അംഗങ്ങൾ എത്ര ദിവസം കഴിഞ്ഞിട്ടുണ്ടാകും? 6-7 മാസം മാത്രം പരിചയമുള്ള നിനക്ക് ഞാൻ അവോയ്ഡ് ചെയ്തപ്പോൾ അത് സഹിക്കാൻ കഴിയുന്നില്ലല്ലേ? എങ്കിൽ പറയ്, 19 വർഷം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ആരോടും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ആ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും? വൈശാഖ് ചോദിച്ചു. അവൾ ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ട് വൈശാഖിനെ തന്നെ നോക്കി നിന്നു.